ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി കപ്പയും മീൻകറിയും ഉണ്ടാക്കിയാലോ. കപ്പയും മീൻകറിയും കഴിക്കണമെന്ന് വിചാരിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് പ്ലേറ്റിൽ കപ്പയും മീൻകറി റെഡിയാക്കി എടുക്കാം. അതും ഈസി ആയിട്ട് നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കി തരുന്ന അല്ലെങ്കിൽ നമ്മുടെ ഉമ്മമാരൊക്കെ ഉണ്ടാക്കി തരുന്ന നമ്മുടെ കപ്പയും മീൻകറിയില്ലേ, അതേ ടേസ്റ്റിലുള്ള കപ്പയും മീൻകറിയായിട്ട് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് വീഡിയോ കണ്ടാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാട്ടോ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നല്ലൊരു വലിയൊരു തക്കാളിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുവാണേ. തക്കാളിയുടെ കൂടെ തന്നെ 3-4 ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുവാണേ. ഇതിപ്പോൾ അത്യാവശ്യം വലിയ ഉള്ളി ആയതുകൊണ്ടാട്ടോ ഞാനിത് ഒരു 6 പീസേ എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ചെറിയ ഉള്ളിയാണെങ്കിൽ അതിലും ഇച്ചിരി കൂടെ ഇരട്ടി വേണം കേട്ടോ. ഇനി അതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. ഓരോരുത്തരും അവനവൻ്റെ ഇഷ്ടത്തിനല്ലേ മീൻകറി വെക്കുന്നത്. അപ്പോൾ ഒരാളുണ്ടാക്കുന്ന റെസിപ്പി ആയിരിക്കണം മറ്റൊരാളുണ്ടാക്കുന്നത്, അതേ ടേസ്റ്റും ആയിരിക്കണം മറ്റൊരാളുണ്ടാക്കുമ്പോൾ. ഇതൊരു വെറൈറ്റി റെസിപ്പി ആട്ടോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മൾ അതേ ഉള്ളിയും തക്കാളിയും ഒന്ന് മാറ്റി ചൂടാറാനായിട്ട് വെച്ചു കേട്ടോ. ഇനി അതേ പാനിലേക്ക് തന്നെ ആ വെളിച്ചെണ്ണയിൽ തന്നെ കുറച്ച് ഉലുവയും കുറച്ച് കടുവും കൂടെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഞാൻ ചെറുതായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് വേണം കേട്ടോ നമുക്ക് അരിഞ്ഞിടാനായിട്ട്. അതിലേക്ക് ഒരു 4 പച്ചമുളകും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടെ. അവിടെ ഒന്ന് വഴണ്ട് വരുന്ന സമയത്തിന് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയ ഉള്ളിയുടെയും നമ്മുടെ തക്കാളിയുടെയും ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്തൊന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു ശകലം വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം മതി കേട്ടോ. ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതേപോലെ ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാവേ. അതവിടെ മാറിയിരിക്കട്ടെ. ആ സമയം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഗ്യാസിൻ്റെ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് നമുക്ക് ആ ഒരു മസാലകളുടെയൊക്കെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ, നല്ല കളറും മാറുന്നത് വരെ നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം നന്നായിട്ട് മണമൊക്കെ മാറി നമുക്ക് മനസ്സിലാക്കുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും. ആ സമയം കൊണ്ട് നമ്മൾ സ്റ്റൗ ഒന്ന് ഓണാക്കി കൊടുക്കാം. ഓണാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ മിക്സും ഉപ്പും കൂടെയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഈ സമയം നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇനി ഈ സമയം നിങ്ങൾ വാളംപുളി ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാം, കുടംപുളി ഉപയോഗിക്കുന്നവർക്ക് കുടംപുളി ഉപയോഗിക്കാം. ഞാനിതിലേക്ക് വാളംപുളി നേരത്തെ തന്നെ വെള്ളത്തിൽ കുതിരാനിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ വെള്ളം മാത്രമാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് കൈകൊണ്ടൊന്ന് നിരടിയിട്ട് അതിൻ്റെ വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതൊന്ന് നന്നായിട്ട് ചൂട് പിടിക്കുന്ന സമയത്തിന് നമുക്ക് ഞാനിവിടെ അയലമീനാട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. അയല നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മീനാട്ടോ. ഇനി അത് ഓരോന്നായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മീൻ ഒന്ന് നടുവേ കീറിയിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ രണ്ടാക്കിയില്ല, ഇങ്ങനെ ഒരു വീഡിയോയ്ക്ക് വേണ്ടല്ലോ കുറച്ച് ഭംഗി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രം ഞാൻ ഒന്നാക്കിയിട്ടതാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എരിവും പുളിയും ഉപ്പൊക്കെ പിടിക്കാനാണ് നടുവേ ഞാൻ കുറച്ച് വരയിലിട്ട് കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലൊക്കെ അങ്ങനെയൊക്കെയല്ലേ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെയല്ലേ കിട്ടുന്നത്. ആ ഒരു രീതിയിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം ഇതുപോലെ നല്ല തിളയും മതി നല്ല മീൻകറിയുടെ സ്മെല്ലൊക്കെ വരുന്ന സമയത്തിന് നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് എന്തെങ്കിലും ഒരു കൊടിലോ വെള്ളം വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കാനേ പാടുള്ളൂ. സ്പൂണോ തവിയോ ഒന്നും ഉപയോഗിക്കേണ്ട. ഈ സമയം നമ്മൾ അതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മീൻ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെയും നമ്മൾ മൂടി വെക്കുക. പിന്നെ നമ്മൾ അവിടെ വെച്ചിട്ട് അങ്ങ് നമ്മുടെ പാടെ പോവുകയല്ല ചെയ്യേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് വന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നമ്മുടെ മീൻ അടുക്കി പിടിക്കാതിരിക്കാനാണ്, കരിഞ്ഞു പോകാതിരിക്കാനാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ മീനെല്ലാം നന്നായിട്ട് കുറുകി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായി കിട്ടും. അതിനുശേഷം അതവിടെ മാറിയിരിക്കട്ടെ. ഞാനിവിടെ വേറൊരു പാൻ വെച്ചിട്ട് നമുക്കിതിലേക്കൊരു താളിപ്പും കൂടെ ഒഴിക്കാം കേട്ടോ. അതിനായിട്ട് ചെറിയ ഉള്ളിയെ നമ്മൾ എടുക്കുന്ന ഏറ്റവും കൂടുതൽ ടേസ്റ്റ് താളിപ്പിന് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് വറ്റൽമുളകും കൂടെ അതിലേക്ക് ചേർത്തിട്ട് നമുക്കതൊന്നെടുത്ത് മീൻ കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ സമയം നല്ല സ്മെല്ലാണ്. നമുക്കിതുപോലെ ചെറിയ ഉള്ളിയൊക്കെ താളിക്കുമ്പോഴത്തേക്ക് നല്ലൊരു സ്മെല്ലാണ്. അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ്. ഇനി നമുക്കിതവിടെ മാറിയിരിക്കട്ടെ. നമുക്ക് മൂടി വെച്ച് കൊടുക്കുക. എന്നും മീൻ കറി ഉണ്ടാക്കി ഉടനെ കഴിക്കാത്തതാണ് ഏറ്റവും നല്ലത്. അവിടെ മാറിയിരിക്കട്ടെ, ചൂടൊക്കെ ആറട്ടെ. അപ്പോൾ അതിലേക്ക് ഞാനിവിടെ ഒരു കപ്പ വയ്ക്കാനായിട്ട് കപ്പ ചെറുതായിട്ട് കൊത്തി നുറുക്കി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് ഞാൻ കപ്പ കുക്കറിലാട്ടോ വേവിച്ചെടുക്കുന്നത്. കുക്കറിലേക്ക് വെള്ളം ഒഴിച്ച് കപ്പ ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ച് കൊടുക്കുക. ഞാനിവിടെ 2 വിസിലേ കേൾക്കുന്ന അത്ര നേരം ഉള്ളൂ ഞാൻ കൊടുത്തുള്ളൂ. അന്നേരത്തേക്ക് എനിക്ക് കപ്പ ഇവിടെ വെന്ത് കിട്ടി. ഇനി മിക്സിയുടെ ജാറിലേക്ക്
1 കപ്പ് തേങ്ങ ചിരവിയത്, കുറച്ച് ചുവന്നുള്ളി, കുറച്ച് 2-3 വെളുത്തുള്ളി, 2 പച്ചമുളക്, ചെറിയ ജീരകം കുറച്ചും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാവേ. ക്രഷ് ചെയ്തെടുത്താലും മതിയാവും, നന്നായിട്ട് അരഞ്ഞൊന്നും പോകണ്ട കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാവേ. കടുക് ഇച്ചിരി ഏറെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കപ്പയ്ക്ക് ഒരു കടുക് പൊട്ടിയിട്ട് ആ കടുക് കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ. ഈ കുഞ്ഞുള്ളിയും കൂടി ആകുമ്പോൾ അതിലേറെ ടേസ്റ്റാണ്. ഇനി കുഞ്ഞുള്ളിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. അതിലേക്ക് നമുക്ക് 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഇനി നമ്മുടെ കുഞ്ഞുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങയുടെ മിക്സിൻ്റെയും പച്ചമണം ഉണ്ട്. ആ പച്ചമണം മാറുന്നത് വരെ ഫ്രൈ പാനിലിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയില്ലേ, അത് ഞാനൊന്ന് വെള്ളം ഒന്ന് വാർന്നു പോകാനായിട്ട് വെച്ചേക്കുവാണേ. ആ കപ്പ നമുക്ക് കപ്പയുടെ വെള്ളം എല്ലാം വാർന്നു പോയിട്ടുണ്ട്. ആ കപ്പ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കിയെടുത്താലേ ഉള്ളൂ കപ്പ എല്ലാ ഭാഗത്തും നമുക്ക് അരപ്പ് എത്തുകയുള്ളൂ. ഈ സമയം ആ കപ്പയിലേക്ക് നമ്മൾ കപ്പ വേകാൻ നേരത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ഉപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ അരപ്പിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി അരപ്പിൽ ഉപ്പ് ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമുള്ളവർ, ഒരുപാട് ഉപ്പൊക്കെ വേണ്ടവർ നമുക്ക് വേണമെങ്കിൽ ആ സമയത്ത് അരപ്പിലും കൂടി ഉപ്പിട്ട് കൊടുക്കാം. എനിക്ക് കപ്പയിൽ ഉപ്പിട്ടപ്പോൾ അത്യാവശ്യം ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ഇനി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാ ഭാഗത്തും നമ്മുടെ കപ്പയുടെ അരപ്പെല്ലാം എത്തിയിട്ടുണ്ട്, നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് മൂടി വെച്ച് കൊടുക്കുകയോ ഒന്ന് ഇളക്കി കൊടുക്കുകയോ ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ കപ്പ ഇവിടെ റെഡിയായി. അതുപോലെ തന്നെ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് കഴിക്കുകയേ വേണ്ടുള്ളൂ. ഈ റെസിപ്പി വളരെ ഈസി ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നോട് ഒരുപാട് പേര് പറഞ്ഞിരുന്നു കപ്പയുടെയും മീൻകറിയുടെയും റെസിപ്പി ഇടുമെന്ന് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു കപ്പയുടെയും മീൻകറി റെസിപ്പി ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നാടൻ കപ്പയും മീൻകറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്യണേ. ഇനി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നിൽക്കാനൊന്നും ആരും മറക്കല്ലേ. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇതുപോലുള്ള കൊച്ചു കൊച്ചു റെസിപ്പീസ് എല്ലാം മിന ഫാത്തിമ മിന്നൂസ് ഫാമിലിയിലുണ്ട്. എല്ലാവരും ഒന്ന് കയറി കാണണം കേട്ടോ. ഇൻഷാ അല്ലാ ഇതുപോലുള്ള കൊച്ചു കൊച്ചു റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ പിന്നെ എനിക്ക് വീഡിയോ ഇടാനുള്ള ഒരു ഇതൊക്കെ തോന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.